ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ശനി ഞായർ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പൊതുവെ സ്ലോ ആയിരിക്കും. കാരണം മിക്ക മാർക്കറ്റും ക്ലോസിംഗ് ആണ്. പക്ഷേ ഞായറാഴ്ച ഇന്ന് തൊട്ട് നമ്മുടെ ഗോൾഡൊക്കെ ഓപ്പൺ ആവുകയാണ്. ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ പ്രൈസ് ഏത് ഡയറക്ഷനിലായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും ബിറ്റ്കോയിനും അതുപോലെ തന്നെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് മൂവ് ആകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് ആയതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അത്ര വലിയ രീതിയിലോട്ട് ഓളിയുന്ന രീതിയിൽ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. ഓളിയം വളരെ കുറവായിരുന്നു. എന്നാൽ ആൾട്ട് കോയിൻസ് എന്ന് പറയുന്ന നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. പലർക്കും തോന്നുന്നൊരു ഡൗട്ടാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും എല്ലാ വീഡിയോസിലും വേണമെങ്കിൽ പറയാം, റിപ്പീറ്റ് ചെയ്ത് വാച്ച് ലിസ്റ്റിൻ്റെ അകത്ത് ഒരേ ഓർഡറിലാണ് പല ആൾട്ട് കോയിൻസും പറയുന്നത്. ചിലർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രോജക്റ്റ് റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടേ പ്രൈസ് ഇരിക്കുന്നതെന്ന്. അത് നിങ്ങൾക്ക് പ്രൈസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഏകദേശം നമ്മുടെ BRX 70% വരെ പ്രോഫിറ്റാണ് പലർക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കുറച്ച് പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് വസീറസ് ടോക്കണാണ്. വസീറസ് ടോക്കൺ ഇതിനേക്കാളും പ്രോഫിറ്റ് വരേണ്ടതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വസീറസ് ടോക്കണിൻ്റെ അകത്ത് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത്രയും മാത്രം നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 300 അല്ലെങ്കിൽ 400% വരെ പ്രോഫിറ്റ് വസീറസ് ടോക്കൺ വരേണ്ടതാണ്. എങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷ കൈവിടേണ്ട. നിങ്ങൾ ലോങ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൊളാനയാണ്. സൊളാന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, $10 താഴെ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഫണ്ട് കുറച്ച് ഉള്ളവരാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 സൊളാനയെങ്കിലും ബൈ ചെയ്ത് വെക്കുക. ഫണ്ട് കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു 10 അല്ലെങ്കിൽ 30 സൊളാന വരെ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1000-2000 USD ഒക്കെ നിങ്ങൾ സ്പെൻഡ് സൊളാനയ്ക്കകത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര USD ഒന്നും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 10 അല്ലെങ്കിൽ 30 സൊളാനയെങ്കിലും ബൈ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രൈസ് നോക്കുക, ഏകദേശം 236-260 USD വരെ നമ്മുടെ സൊളാനയുടെ പ്രൈസ് വന്നിട്ടുണ്ട്. അടുത്ത് CET നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റാണ്. ആദ്യം നമുക്ക് പ്രോഫിറ്റ് വന്ന CET ആണ്. 0.025 ബൈ പറഞ്ഞതാണ്. 0.10 വരെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റാണ്. അടുത്ത XRP നോക്കുക, ഏകദേശം $1 $95 വരെ വന്നു. ഏകദേശം 460-470% വരെ നമ്മുടെ XRP പലർക്കും പ്രോഫിറ്റാണ്. എത്രമാത്രം പ്രോഫിറ്റ് ആണെന്ന് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാച്ച് ലിസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് സെയിം ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മുടെ കാർഡിനോ നോക്കുക, 0.30 പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഏകദേശം 1.10 വരെ പോയി നിൽക്കുകയാണ് നമ്മുടെ കാർഡിനോ അല്ലെങ്കിൽ ADA എന്ന് പറയുന്ന പ്രോജക്റ്റ്. അടുത്ത് ഷിബയും പമ്പ് എന്ന രീതിയിലോട്ട് പുതിയ ലെവലിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷിബ വീണ്ടും ഡൗൺ ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1500 താഴെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ബൈ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ബൈയിലോട്ട് ഷിബ കടക്കാം. ഷിബയിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു പോയിൻ്റാണ് 1 CR, 1 കോടി ക്വാണ്ടിറ്റി ഷിബയെങ്കിലും ലോങ് ടൈമിന് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് ഷിബയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പല വീഡിയോസിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. അടുത്ത് വെർജിൻ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. വെർജിൻ്റെ രണ്ടാമത്തെ ഒരു സൈക്കിളാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. 0.0030 ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് 0.08 വരെ പോയിട്ട് വീണ്ടും അതേ റേഞ്ച് തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത് നമ്മുടെ ഡോഗി ഏകദേശം പറയാം വെയിറ്റ്. നമ്മുടെ EOS എടുക്കാം. EOS ആണ് ഇപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈസി ആയിട്ട്. എനിക്ക് തോന്നുന്നു 0.40 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. 0.45 പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ബൈ ചെയ്യാം. 100% പുറത്ത് കണ്ടോ, ഈസി ആയിട്ട് EOSും ഹൈ എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ട്രോൺ നമുക്ക് നേരത്തെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ട്രോണാണ് നമുക്ക് സ്ലോ ആയിട്ട് പ്രോഫിറ്റ് വന്നത്. ട്രോൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് $1 ഒക്കെ ടച്ച് ആവാൻ സാധ്യതയുണ്ട്. അടുത്ത് നമുക്ക് ഡോഗി പറയാം. ഡോഗി $1 വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.47 വരെ വന്നിട്ടുണ്ടായിരുന്നു. 0.06 എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ പ്രോജക്റ്റാണ് ഡോഗി എന്ന് പറയുന്നത്. ഡോഗി ട്രോണ് $1 വരെ വരാം. നിങ്ങൾക്ക് അതിൻ്റെ സെൽ ടാർഗറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെൽ റേഞ്ചും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 85,000-90,000 USD നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രോജക്റ്റ് 150% മുകളിൽ വരുന്ന എല്ലാ പ്രോജക്റ്റും നിങ്ങൾ ഒരു 15-25% അല്ലെങ്കിൽ 20% നിങ്ങൾ സെല്ല് സ്റ്റാർട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അടുത്ത് നമ്മുടെ ബാറ്റ് എന്ന് പറയുന്നത് 0.32 അല്ല 0.32 തന്നെയാണ്, 0.14 പറഞ്ഞാണ്. ബാറ്റും സിലിക്കയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പ്രോജക്റ്റാണ്. ബാറ്റും സിലിക്കയും ലോങ് ടൈമിന് ഏകദേശം അത് 100% മുകളിൽ പലർക്കും പ്രോഫിറ്റാണ്. ബാറ്റ് പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ സിലിക്കയും ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഡോട്ട് ഏകദേശം നമുക്ക് 100% മുകളിൽ പ്രോഫിറ്റ് വന്നു. $4 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ഏകദേശം $10 മുകളിലാണ് നമ്മുടെ ഡോട്ടിൻ്റെ പെർസെൻറ്റേജ് നിൽക്കുന്നത്. ഇനി MXC ഒന്ന് മൂവായി തുടങ്ങിയിട്ടുണ്ട്. MXC എന്ന് പറയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. MXC $2, $3. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആവറേജ് ബൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ബൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. അതിൻ്റെ അകത്ത് റിസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ 0.80 USD അല്ലെങ്കിൽ $1 റേഞ്ചിലോട്ട് MXC ആണെങ്കിൽ ഡൗണിലോട്ടും പോകാം. 0.80 $1 നേരത്തെ ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ MXC $6 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും $3 താഴോട്ട് നമ്മുടെ MXC ടോക്കൺ വന്നത്. അടുത്ത് സിലിക്ക കണ്ടോ, സിലിക്കയും ബാറ്റും ഞാൻ ഒരുമിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. 0.12 ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് താല്പര്യമുള്ളവർക്ക്. അത് 100% മുകളിൽ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇനി അയോട്ട എനിക്ക് തോന്നുന്നു 180% വരെ മിക്കവർക്കും പ്രോഫിറ്റാണ്. 0.10 പറഞ്ഞു തുടങ്ങിയതാണ്. 0.12 പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ അയോട്ട 0.14 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ അയോട്ടയുടെ പ്രൈസ് 0.40 പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 to 3 USD വരെ ലോങ് ടൈം എന്ന രീതി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അയോട്ട ഭാവിയിൽ പോകാം. അയോട്ടയൊക്കെ പണ്ട് തൊട്ടേ പറയുന്ന ഒരു പ്രോജക്റ്റാണ് അയോട്ട എന്ന് പറയുന്നത്. ടാങ്കിൾ ടെക്നോളജിയുടെ പ്രോജക്റ്റാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഫയൽ ടോക്കണും $3 പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് $7 ആണ് നിൽക്കുന്നത്. അത് 100% മുകളിൽ പ്രോഫിറ്റ് ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രോഫിറ്റാണ്. ഇതാണ് ഞാൻ കൂടുതലും സ്ഥിരമായിട്ട് പറയുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ യൂണിസാപ്പ് നോക്കാം. യൂണിസാപ്പും കണ്ടോ $13 ആണ്. $5 പറഞ്ഞതാണ്. താല്പര്യമുള്ളവർക്ക് വീണ്ടും ബൈ എടുക്കാമെന്ന്. ഏകദേശം അത് 100-120% ഹൈ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എതീരിയം ക്ലാസിക് കണ്ടോ 32 ആണ്. 16 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പകുതി എതീരിയം ക്ലാസിക് എങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ അത് 100% ഈസി ആയിട്ട് ഹൈ എന്ന രീതിയിലോട്ട് നമ്മുടെ എതീരിയം ക്ലാസിക്കും പോയിട്ടുണ്ട്. ഇനി CHZ ഇവിടെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ CHZ എന്ന് പറയുന്നത് നമ്മുടെ ട്രോൺ ഫാമിലിക്കകത്ത് വരുന്ന മിക്ക പ്രോജക്റ്റ് മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ CSPR നേരത്തെ പമ്പ് ആയിട്ടുണ്ടായിരുന്നു. CSPRും നല്ല രീതിയിൽ ഹൈ ആവാൻ സാധ്യത കൂടുതലുള്ള പ്രോജക്റ്റാണ്. ഞാൻ ആദ്യം വാച്ച് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് എല്ലാം ഓർഡർ അനുസരിച്ച് ബൈ ചെയ്ത് വെക്കുക ലോങ് ടൈമിന് വേണ്ടിയിട്ട്. റിസ്ക് കുറഞ്ഞ പ്രോജക്റ്റാണ് ഞാൻ ആദ്യം പറയുന്നത്. ഏകദേശം നമ്മുടെ സൊളാന, XRP, കാർഡിനോ ഇങ്ങനത്തെയൊക്കെ പ്രോജക്റ്റ് റിസ്ക് കുറവാണ്, സേഫാണ്, നിങ്ങൾക്ക് റിട്ടേൺ നല്ല രീതിയിൽ കിട്ടുന്നതാണ്. പലരും പല രീതിയിൽ പറയും മെമി പ്രോജക്റ്റിൽ പോയിട്ട് $1000 ഇൻവെസ്റ്റ് ചെയ്യൂ, $2000 ഇൻവെസ്റ്റ് ചെയ്യൂ, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ നിങ്ങൾക്ക് എത്ര മെമി പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ വളരെ ചുരുക്കം മെമി പ്രോജക്റ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ ഞാൻ കൂടുതൽ മെമി പ്രോജക്റ്റ് ഒന്നും ഒരിടവും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം മെമി പ്രോജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫണ്ട് യൂസ് ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട് 20 അല്ലെങ്കിൽ 30 USD മാക്സിമം യൂസ് ചെയ്യുക. അതിനപ്പുറം ഒരിക്കലും നിങ്ങൾ ഫണ്ട് യൂസ് ചെയ്യരുത് മെമി പ്രോജക്റ്റിൽ. കാരണം റിസ്ക് വളരെ വളരെ കൂടുതലാണ്. അതിൽ നമ്മളിപ്പം ഒരു മെമി പ്രോജക്റ്റിൽ $1000 സ്പെൻഡ് ചെയ്തെന്ന് വയ്ക്കുക. അതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഒരു $100 സ്പെൻഡ് ചെയ്തുകൊണ്ട് 10 മെമി പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് റിസ്ക്കും കുറവ്, റിട്ടേണും നല്ല രീതിയിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ $1000 കൊണ്ടുവന്ന് ഒരു മെമി പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ വളരെ റിസ്ക്കാണ്. നിങ്ങളുടെ ഫണ്ട് മൊത്തം പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബിന്നിങ് പോസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെ വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് $100 സ്പെൻഡ് ചെയ്ത് 10 അല്ലെങ്കിൽ ഒരു 5 മെമി പ്രോജക്റ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിനപ്പുറം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സേഫായിട്ട് കൂടുതൽ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റിട്ടേൺ എടുക്കാൻ പറ്റുന്ന പ്രോജക്റ്റാണ് ആദ്യം ഞാൻ പറയുന്നത്. എപ്പോഴും സൊളാന, CET, XRP ഇങ്ങനത്തെ പ്രോജക്റ്റ്, കാർഡിനോ, വെർജ് ഇങ്ങനത്തെ നല്ല നല്ല പ്രോജക്റ്റ്, ലൈറ്റ് കോയിൻ, എതീരിയം ക്ലാസിക് ഇങ്ങനത്തെ പ്രോജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഫണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ ടോപ്പായിട്ടിരിക്കുന്ന പ്രോജക്റ്റിൽ മാത്രം കറക്റ്റ് പ്രൈസിൽ എൻ്റർ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ വന്നിട്ട് പലരും ചെയ്യുന്ന റിപ്പീറ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചുമ്മാ കുറേ പ്രോജക്റ്റ് വന്നുകൊണ്ടേയിരിക്കും. അതിൽ പോയിട്ട് ഒരു എന്താ പറയുക, അവർ പോലും അനലൈസ് ചെയ്യില്ല. ആരെങ്കിലും പറയുന്ന കേൾക്കുന്നു, അവർ ഒരു $1000-2000 ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ക്ലിക്കാവുക എന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ക്ലിക്കാവില്ല ക്രിപ്റ്റോയിൽ. അതുമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾ കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യുന്നുവെങ്കിൽ നല്ല ജെന്യൂൻ ആയിട്ടുള്ള
പ്രോജക്റ്റിൽ മാത്രം വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കമ്പനിയുടെ പോർട്ട്ഫോളിയോ എടുത്ത് ചെക്ക് ചെയ്തിരുന്നാലും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന നല്ല പ്രോജക്റ്റ് മാത്രമേ അവർ ഫോക്കസ് ചെയ്യൂ. അല്ലാത്ത പ്രോജക്റ്റ് ഒന്നും അവർ വന്നിട്ട് ഫോക്കസ് ചെയ്യില്ല. പക്ഷേ അവർ ഫോക്കസ് ചെയ്യും. അല്ലാത്ത ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പം ചെറിയ എമൗണ്ട് വെച്ചിട്ട് റിസ്ക് എന്ന രീതിയിലോട്ട് അവർ വന്നിട്ട് ചില എന്താ പറയുക, ഈ ബുൾ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പമ്പ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഉള്ള ചില സ്കാം എന്ന രീതിയിലുള്ള തരികിട മാത്രമേ അവർ കാണിക്കാറുള്ളൂ. അല്ലാതെ അവർ ജെന്യൂനായിട്ട് വന്നിട്ട് മിക്ക ഇൻസ്റ്റിറ്റ്യൂഷനും വന്നിട്ട് ജെന്യൂനായിട്ട് നല്ല പ്രോഡക്റ്റ് മാത്രമേ, നല്ല പ്രോജക്റ്റും മാത്രമേ അവർ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലാത്ത അവർ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അതനുസരിച്ച് മാർക്കറ്റ് വോളിയം വരില്ല, വേരിയേഷൻ വരില്ല, മാർക്കറ്റ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല പ്രോജക്റ്റ് മാത്രം സെലക്ട് ചെയ്ത് മാത്രം മുന്നോട്ട് പോകുക. EOS ഒക്കെ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ്. EOS ഒക്കെ നിങ്ങൾക്ക് ലോങ് ടൈമിന് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ അയോട്ട, ഇങ്ങനത്തെ പ്രോജക്റ്റൊക്കെ, ബാറ്റ്, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഞാൻ കുറേ പ്രോജക്റ്റ് 56 പ്രോജക്റ്റ് നിങ്ങൾക്ക് അല്ലാതെ എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹെബ്ബാർ, അതുപോലെ തന്നെ CRO, ഇങ്ങനത്തെ കുറേ പ്രോജക്റ്റ് ഞാൻ അല്ലാതെ സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസ് അനുസരിച്ച് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ഒരു വാച്ച് ലിസ്റ്റിൻ്റെ അകത്തുള്ള 10-15 പ്രോജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല പ്രോജക്റ്റാണ്. ഓക്കെ, കാരണം ഇതിൻ്റെ അകത്ത് റിസ്ക് നിങ്ങൾക്ക് വളരെ വളരെ കുറവാണ്. ഇപ്പം ഗേറ്റ് ടോക്കൺ തന്നെ നോക്കുക. ഗേറ്റ് ടോക്കണൊക്കെ എനിക്ക് തോന്നുന്നു $2.5 തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. ഓക്കെ, അതിനുശേഷം അത് പ്രോഫിറ്റ് $10 ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഡൗൺ വന്ന ടൈം ഒരു $4.5 നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് എൻ്റർ ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോൾ അത് $11 ആണ് നിൽക്കുന്നത്. ഗേറ്റ് ടോക്കണൊക്കെ എന്ന് പറയുന്നത് ഗേറ്റ് എക്സ്ചേഞ്ച് വീണ്ടും ഇതേ ഒരു ലെവലിലാണ് പോകുന്നതെങ്കിൽ $100 ഒക്കെ ഭാവിയിൽ ഈസി ആയിട്ട് ടച്ച് ആവാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ്. ഓക്കെ, CT ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 0.30, 0.50 ഒക്കെ ഈസി ആയിട്ട് ടച്ച് ആകാം. ഓക്കെ,